ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം നാടൊട്ടുക്കും നടക്കുന്നുണ്ട്. സർക്കാരിൻ്റെ നേതൃത്വത്തിലും സാമുദായിക സംഘടനകളുടെ നേതൃത്വത്തിലും കോളേജുകൾ, സ്കൂളുകൾക്ക് തുടങ്ങിയ സ്ഥലങ്ങളിലുമൊക്കെ സെമിനാറുകളും ക്യാമ്പയിനുകളുമൊക്കെ പൊടിപൊടിക്കുകയാണ്. എന്നാൽ ലഹരിയുടെ കാര്യത്തിൽ ഇപ്പോഴും എന്തെങ്കിലും നിയന്ത്രണം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായ ഉത്തരം പറയാൻ സാധിക്കുകയില്ല. പല സ്ഥലങ്ങളിലും ലഹരി വസ്തുക്കളുമായി യുവാക്കൾ പിടിയിലാകുന്ന വാർത്ത അനുദിനം എന്നോണം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പല സ്ഥലങ്ങളിലും ലഹരി വസ്തുക്കളുമായി ഒട്ടേറെ യുവാക്കൾ പിടിയിലാകുന്ന കാഴ്ചയും നാം കാണുന്നു. നമ്മുടെ നാട്ടിൽ നേരത്തെയൊക്കെ പോലീസുകാരുടെ നേതൃത്വത്തിൽ ഊതിക്കുക എന്നൊരു ചടങ്ങുണ്ടായിരുന്നു. റോഡരികിൽ പാർക്ക് ചെയ്യുന്ന വാഹനത്തിൽ നിന്ന് നിലയുറപ്പിക്കുന്ന പോലീസുകാർ മദ്യപിച്ച് വരുന്നവരെ പിടിക്കാൻ വേണ്ടി ഊതിപ്പിക്കുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് പല സ്ഥലങ്ങളിലും ഈ ഊതിക്കൽ ചടങ്ങ് നടക്കുന്നില്ല എന്നാണ് വാസ്തവം. കൊറോണ കാലത്തിന് ശേഷം ഊതിക്കൽ പരിപാടി പല സ്ഥലങ്ങളിൽ നിന്നുപോയൊരു പരിപാടിയായി മാറിയിട്ടുണ്ട്. ബാറുകളിൽ കയറി യഥേഷ്ടം മദ്യം കഴിച്ച് ടൂ വീലറുകളിലും മറ്റും പറന്ന് അപകടമുണ്ടാക്കുന്ന ചെറുപ്പക്കാരുടെ എണ്ണം വളരെയധികം കൂടുകയാണ്. ഒട്ടേറെ ചെറുപ്പക്കാരാണ് ബാറുകളിലും മറ്റും കയറി മദ്യം കഴിച്ച് വാഹനങ്ങളിൽ ചീറിപ്പായുന്നത്. റോഡപകടങ്ങൾ അനുദിനം എന്നോണം കൂടുന്നതും ഈ ലഹരിയുടെ ഉപയോഗം വർദ്ധിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ്. മദ്യം ഒരു വശത്ത് നിലനിൽക്കൊള്ളുമ്പോൾ അതിനേക്കാൾ മാരകമായ MDMAയും കഞ്ചാവും പോലുള്ള മാരക വസ്തുക്കൾ സമൂഹത്തിൽ വളരെ വലിയ തോതിലാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവയ്ക്കൊരു നിയന്ത്രണം കൊണ്ടുവരാൻ ഇന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം.